കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 10:31. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ യാചനയായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന ആ പ്രാർത്ഥനയുടെ അർത്ഥത്തെക്കുറിച്ചാണ്. ആരാണ് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടത്, പൂജിതമാക്കേണ്ടത്, ആരാധിക്കേണ്ടത്? പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്നാണ് പ്രാർത്ഥന. കർത്താവേ, അങ്ങയെ ആരാധിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് തരണമേ, അങ്ങയെ ആരാധിക്കുവാനുള്ള സമയം ഞങ്ങൾക്ക് തരണമേ, അങ്ങയെ ആരാധിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾക്ക് തരണമേ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കും, എത്രമാത്രം നമ്മൾ ദൈവത്തെ ആരാധിക്കണം? എന്തിന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം? എന്തിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, പ്രശംസിക്കണം? ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്: മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഒരു തെങ്ങ് നമ്മൾ നടുന്നത് അതിൽ നിന്ന് തേങ്ങ ലഭിക്കാനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. പരമപ്രധാനമായ കാര്യം, മനുഷ്യൻ ജനിച്ചിരിക്കുന്നത്, അവൻ രൂപപ്പെട്ടിരിക്കുന്നത്, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ ജീവിതം ഫലശൂന്യമാവുകയാണ്. തേങ്ങയില്ലാത്ത തെങ്ങ് ഫലശൂന്യമായിരിക്കുന്നത് പോലെ, ഉപകാരമില്ലാത്തതുപോലെ, ഗുണമില്ലാത്തതുപോലെ ദൈവാരാധന ഇല്ലാത്ത മനുഷ്യൻ പ്രയോജനരഹിതനായ, ഒരു ഉപകാരവുമില്ലാത്ത മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് വളരെ പരിചയമായ ഭാഗങ്ങളാണ്. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നിനക്ക് പകരമായ രാജ്യങ്ങളെയും ദേശങ്ങളെയും ഒക്കെ ഞാൻ നൽകും എന്ന് പറഞ്ഞതിന് ശേഷം യെശയ്യാ 43:7 നമ്മൾ വായിക്കുകയാണ്, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ജനത്തോട് പറയുകയാണ്, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവർ. ഓരോ മനുഷ്യനെയും
ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ഓരോ മനുഷ്യനും ദൈവം രൂപം കൊടുത്തിരിക്കുന്നത് അവൻ്റെ തന്നെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വളരെ ഡയറക്റ്റായി പഠിപ്പിക്കുന്ന വചനമാണ് യെശയ്യാ 43:7. അതേ അധ്യായത്തിൽ തന്നെ വീണ്ടും വചനം പറയുകയാണ്. യെശയ്യാ 43:21 വചനം പറയുന്നു, വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. തൻ്റെ ജനത്തെക്കുറിച്ച് യഹോവ പറയുകയാണ്, ദൈവം പറയുകയാണ്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച ജനമെന്ന്. ഒരു ജനത്തെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലുള്ള അവനെക്കുറിച്ചുള്ള പദ്ധതിയാണ് ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്. ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥനയിലാണ്, ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ഒടുവിൽ, അന്ത്യത്താഴ വേളയുടെ അവസാനം ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ പിതാവ് മഹത്വപ്പെട്ടു. ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ പിതാവിനെ ഈശോ മഹത്വപ്പെടുത്തി. ഈശോയുടെ പരസ്യ ജീവിതത്തിലൂടെ പിതാവിനെ ഈശോ മഹത്വപ്പെടുത്തി. ഈശോയുടെ എല്ലാ അത്ഭുത പ്രവർത്തികളിലൂടെ പിതാവ് മഹത്വപ്പെട്ടു. ഈശോയുടെ പീഡാസഹനത്തിലൂടെ, കുരിശ് മരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ ഒക്കെ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈശോ പറയുന്നു, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കിക്കൊണ്ട് പിതാവേ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ഈശോയുടെ ഭൂമിയിലുള്ള ദൗത്യം അതാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈശോയുടെ ഭൂമിയിലുള്ള ദൗത്യമായിരുന്നു പിതാവിനെ മഹത്വപ്പെടുത്തുക. ഈശോ അത് പറയുകയാണ്, ഞാനത് ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി നമ്മോട് ഈശോ പറയുന്നത്, തന്നെ അനുഗമിക്കുന്നവരോട്, തൻ്റെ ശിഷ്യരോട്, തന്നിൽ വിശ്വസിക്കുന്നവരോട് ഈശോ പറയുന്നത് അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ, അങ്ങനെ അവർ നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കാണുകയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ നല്ല പ്രവർത്തികൾ, നിങ്ങളുടെ വിശുദ്ധമായ ജീവിതം, നിങ്ങളുടെ വിനയമുള്ള ജീവിതം, നന്മയുള്ള ജീവിതം, ത്യാഗമുള്ള ജീവിതം, കരുണയുള്ള ജീവിതം, നിങ്ങളുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവർ കാണട്ടെ. എന്നിട്ട് അത് നിങ്ങളുടെ തന്നെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളിലുള്ള നന്മകൾ കാണുമ്പോൾ നിങ്ങളെ തെരഞ്ഞെടുത്ത, നിങ്ങളെ രൂപപ്പെടുത്തിയ, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവിനെ ആളുകൾ മഹത്വപ്പെടുത്തും. ഒരു മനുഷ്യൻ്റെ നല്ല ജീവിതത്തിലൂടെ, വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ഈശോ 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയെയും ശാഖകളെയും കുറിച്ചൊക്കെയുള്ള ഉപമ ശിഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നത് വഴി എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമാകുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിക്കും, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിതം വഴി ആളുകൾ പിതാവിനെ മഹത്വപ്പെടുത്തും, പിതാവ് മഹത്വപ്പെടുന്നു. യോഹന്നാൻ 15:8 ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുകയും
അങ്ങനെ എൻ്റെ ശിഷ്യരാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നത് വഴി എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമം പൂജിതമാകട്ടെ. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ യേശു മിശിഹായിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നമ്മെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഒരു പുതിയ ജനമാക്കി ദൈവം മാറ്റിയിരിക്കുന്നത് നമ്മൾ അവിടുത്തെ മഹത്വത്തിനു വേണ്ടി ജീവിക്കാനാണ്. എഫേസുസ് 1:11-12 തിരുവചനങ്ങൾ, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. നമ്മൾ ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് പൗലോസ് എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ പറയുന്നത്. നമ്മൾ അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മറ്റൊരു തലമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ദൈവനാമത്തിന് കളങ്കം വരുത്തുന്നത്? വചനം പ്രത്യേകമായി എടുത്തു പറയുന്നു, നിങ്ങൾ ദൈവനാമത്തെ കളങ്കപ്പെടുത്തരുത്. ലേവ്യരുടെ പുസ്തകം 22-ാം അധ്യായം 32-ാമത്തെ തിരുവചനം, ഇസ്രായേൽ ജനതകളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. എനിക്ക് കളങ്കം കൊണ്ടുവരുന്ന, വിജാതീയർ എന്നെ അപമാനിക്കുന്നതിന് ഇടവരുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകരുത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിന് കളങ്കമുണ്ടാകുന്നത്? ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. അർത്ഥമിതാണ്, വിഗ്രഹാരാധന മൂലം, വിഗ്രഹാരാധന വഴി, അന്ധവിശ്വാസങ്ങൾ വഴി, തെറ്റായിട്ടുള്ള പഠനങ്ങൾ വഴി നമ്മൾ ദൈവനാമത്തെ അശുദ്ധമാക്കുന്നു, കളങ്കം കൊണ്ടുവരുന്നു. വചനം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. എസെക്കിയേലിന്റെ പുസ്തകം 43-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, അവരുടെ മ്ലേച്ഛതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി, അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു. കർത്താവിനാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട്, കർത്താവിനാൽ അയക്കപ്പെട്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മ്ലേച്ഛത പ്രവർത്തിക്കുമ്പോൾ കളങ്കിതമാകുന്നത്, അശുദ്ധമാകുന്നത് ദൈവത്തിൻ്റെ നാമമാണെന്ന് എസെക്കിയേൽ 43:8 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ആമോസ് 2:7 പറയുകയാണ്, നിന്റെ വിശുദ്ധിയില്ലാത്ത ജീവിതം ദൈവനാമത്തിന് കളങ്കം കൊണ്ടുവരും. ആമോസ് 2:7, പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു, ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു, അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു, അങ്ങനെ അവർ എൻ്റെ വിശുദ്ധ നാമത്തിന് കളങ്കം വരുത്തുന്നു. അതായത് ഒരു വശത്ത് കരുണയില്ലാത്ത ജീവിതം, മറുവശത്ത് വിശുദ്ധിയില്ലാത്ത ജീവിതം. കരുണയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത ജീവിതം വഴി നമ്മൾ ദൈവനാമത്തെ അശുദ്ധമാക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ പറയുകയാണ്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന നീ വ്യഭിചാരം ചെയ്യുന്നു, മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നു, നിയമം പഠിപ്പിക്കുന്നവൻ നിയമം ലംഘിക്കുന്നു, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു.
ദൈവത്തിൻ്റെ നാമമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അവിടത്തേക്ക് ചേരാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നതാണ്. അങ്ങയുടെ നാമം ആരാധിക്കപ്പെട്ടതാകട്ടെ എന്നാണ്. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സർവ്വ കഴിവുകളോടും കൂടെ അവിടത്തെ ആരാധിക്കുവിൻ. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മഞ്ഞ്, മഴ, ഇതെല്ലാം ക്രമീകരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ നാമത്തെക്കുറിച്ച് പറയുന്നു. അവിടുത്തെ ശക്തിയെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് പ്രഭാഷകൻ പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെക്കാൾ അവിടുന്ന് ഉന്നതനാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. അതുകൊണ്ട് എന്തു വേണം? പ്രഭാഷകൻ 43:30 എല്ലാ കഴിവും ഉപയോഗിച്ച്, നിനക്ക് എന്തൊക്കെ ശക്തിയുണ്ടോ, നിനക്ക് ബന്ധുബലമാകാം, ശാരീരിക ക്ഷമതകളാകാം, നിന്റെ ബുദ്ധി വൈഭവമാകാം, നിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. നിന്റെ സമ്പത്താകാം, നിന്റെ സമയമാകാം, നിന്റെ കുടുംബമാകാം, നിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനുപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്, എത്രയായാലും മതിയാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം അവിടുത്തെ ആരാധിക്കുക എന്നതാണ്. ഈശോ പറഞ്ഞു, നീ നിന്റെ പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ, പൂർണ്ണമായ മനസ്സോടുകൂടെ, പൂർണ്ണമായ ആത്മാവോടുകൂടെ, പൂർണ്ണമായ ശക്തിയോടുകൂടെ പിതാവിനെ, ദൈവത്തെ സ്നേഹിക്കുവിൻ. പ്രിയപ്പെട്ടവർ, ഓരോ മനുഷ്യനും ജനിച്ചിരിക്കുന്നത്, നമ്മുടെ അടിസ്ഥാന മതബോധനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: എന്തിന് ദൈവം നിന്നെ സൃഷ്ടിച്ചു? ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ കേട്ട ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മാംസം ധരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നതിനുള്ള വലിയൊരു തീഷ്ണതയും ആഗ്രഹവും വലിയ അളവിൽ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ നാമം മഹത്വപ്പെടാനുള്ളൊരു ആഗ്രഹം ഞങ്ങളിൽ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.